ഡേവിഡ് ലിവിൻസനെ കുറിച്ച് പറയട്ടെ. ഒരു ദിവസം കുതിര ഓടിച്ചു പോകുമ്പോൾ അതേ സ്തോത്രം അദ്ദേഹത്തിന്റെ കണ്ണിലൊരു കോല കുത്തിക്കയറിയെന്ന്, കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടെന്ന്. ഒരു ദിവസം ശുശ്രൂഷയുടെ ആരംഭത്തിൽ കുറ്റിക്കാട്ടിലൂടെ പോകുമ്പോൾ സിംഹം വന്ന് തന്റെ മേൽ ചാടി വീണെന്ന്, ആൾമോസ്റ്റ് ആ കൈ നഷ്ടപ്പെട്ടെന്ന്. ഒറ്റ കൈ, 1.5 കൈ ഉള്ളവനുമായി 28 വർഷം ഡേവിഡ് ലിവിൻസൺ ആഫ്രിക്കയിൽ സഞ്ചരിച്ചു. ഒരു കൈ അല്ലെങ്കിൽ 1.5 കൈയനായി വേദന സഹിച്ച്, പകല് വേദന, രാത്രി വേദന, ആഹാരം കഴിക്കുമ്പോൾ വേദന, കുളിക്കുമ്പോൾ വേദന, ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദന. സഭകൾക്ക് വേദനയിൽ ആ ദൈവദാസൻ ജീവിച്ചു. സുഖിച്ചല്ല ജീവിച്ചത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞല്ല ജീവിച്ചത്, മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടിയല്ല ജീവിച്ചത്, വേറുള്ളവനെ തൂക്കി നോക്കിയല്ല ജീവിച്ചത്. പരീശനെ മാനസാന്തരപ്പെട്, വേദനയിൽ വില കൊടുത്ത് ജീവിച്ചു. 28 years, 28 വർഷം ത്യാഗത്തോടെ വേദനയോടെ ജീവിച്ചു. 28 വർഷം കഴിഞ്ഞപ്പോൾ 28 ലക്ഷം പേരെ കർത്താവിന് വേണ്ടി താൻ നേടുകയുണ്ടായി. ഈ തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ശുശ്രൂഷയ്ക്കുണ്ട്. എനിക്ക് ക്രിസ്തുവിന്റെ നർമ്മണം സ്തോത്രം അതേ ചുമക്കണം. വിശുദ്ധ സ്ഥലത്ത് ഭയങ്കര മണമാണ്, അതിപരിശുദ്ധ സ്ഥലത്ത് ഭയങ്കര മണമാണ്. ആരോ തീരുമാനിക്കട്ടെ, എൻ്റെ ഒരേ ഒരു ലൈഫ് ഞാൻ നാറാൻ കൊടുക്കത്തില്ല. ഞാൻ ചുമക്കുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യമായിരിക്കും.